ഡിവൈസുകളും പിടിച്ചെടുത്തവയിൽ കൾട്രോസ് മെഡിക്കൽ ടൂറിസവുമായി ഒപ്പുവെച്ച കരാറും മുഹമ്മദ് നജീബിൽ നിന്നും കണ്ടെടുത്ത കരാർ ഏജന്റിന്റെ കമ്മീഷൻ വ്യവസ്ഥകൾ. വൈറ്റ് കോളർ ഡ്രഗ് കേസിൽ നിർണായക വിവരങ്ങൾ പോലീസിന്. ലഹരിക്കടത്തിന് പെൺകുട്ടികളെയും ഉപയോഗിച്ചതായി സൂചന. മുഹമ്മദ് സാദിഖിന്റെ മൊഴിയിൽ മറ്റ് ലഹരി സംഘങ്ങളെക്കുറിച്ചും വിവരങ്ങൾ. പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകളിലും അന്വേഷണം. വാർത്തകൾ വിശദമായി പരിശോധിക്കാം. നേരെ പശ്ചിമേഷ്യയിൽ വീണ്ടും രൂപപ്പെടുന്ന സംഘർഷങ്ങളിലേക്കാണ് ആദ്യം പോകുന്നത്. UAEക്ക് നേരെ ഇറാന്റെ ആക്രമണം മിസൈലുകളും ഡ്രോണുകളും പ്രതിരോധിച്ചുവെന്ന് പ്രതിരോധ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. 69 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് UAEയിലേക്ക് വീണ്ടും ഇറാൻ ആക്രമണം അഴിച്ചുവിടുന്നത്. ഐസൺ ജോസും ഷിൻ സബാസ്റ്റ്യനും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ആദ്യം UAEയിൽ നിന്നും ഷിൻ സബാസ്റ്റ്യൻ ചേരുകയാണ്. ഷിൻസ്, എപ്പോഴാണ് ഇറാന്റെ പ്രകോപനം ഉണ്ടായത്? വലിയ തോതിലുള്ള മിസൈൽ ആക്രമണമാണോ ഇറാൻ നടത്തിയത്? ഇവയെ പ്രതിരോധിച്ചു എന്ന സ്ഥിരീകരണം ഇപ്പോൾ UAEയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ടോ ഷിൻസ്? ഗൗതം, പശ്ചിമേഷ്യ വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. UAEക്കും ഖത്തറിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണ ശ്രമം ഉണ്ടായി. ആക്രമണത്തെ പ്രതിരോധിക്കുന്ന UAE ഖത്തർ പ്രതിരോധ മന്ത്രാലയങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഖത്തറിന്റെ വിവിധയിടങ്ങളിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു. UAEക്കും ഖത്തറിന് നേരെയുള്ള വ്യോമാക്രമണങ്ങളെ തുടർന്ന് ബഹ്റിനിൽ മിസൈൽ മുന്നറിയിപ്പ് സൈറനുകൾ മുഴങ്ങിയിട്ടുണ്ട്. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇറാനിൽ നിന്ന് UAEയിലേക്കുണ്ടായ മിസൈൽ ഡ്രോൺ ആക്രമണ ശ്രമങ്ങളെ UAE പ്രതിരോധ മന്ത്രാലയം വിജയകരമായി പ്രതിരോധിച്ചതായിട്ടാണ് അറിയിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേട്ട ശബ്ദങ്ങൾ ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കുന്നതാണെന്ന് മന്ത്രാലയം സമൂഹ മാധ്യമങ്ങൾ വഴി അറിയിച്ചിട്ടുണ്ട്. ജനങ്ങൾ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ തുടരണമെന്നും ഔദ്യോഗിക ചാനലുകളിൽ വരുന്ന നിർദ്ദേശങ്ങൾ മാത്രം പാലിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. നിലവിലെ സാഹചര്യം സുരക്ഷിതമാണെന്ന് അധികൃതരിൽ നിന്ന് താമസക്കാരുടെ മൊബൈൽ ഫോണുകളിൽ പുതിയ മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. പൊതുജന സുരക്ഷ ഉറപ്പാക്കാനും ദൈനംദിന ജീവിതത്തിൽ തടസ്സങ്ങൾ കുറയ്ക്കാനും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ 69 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇറാന്റെ ഡ്രോൺ ആക്രമണ ശ്രമം UAEക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. 69 ദിവസമായി ശാന്തമായ ഒരു സാഹചര്യമാണ് UAEയിൽ ഉണ്ടായിരുന്നത്. അതിനാണ് ഇപ്പോൾ അല്പം 2 മണിക്കൂറുകൾക്ക് മുൻപ് ഇറാന്റെ ഭാഗത്ത് ആക്രമണ ശ്രമം ഉണ്ടാകുകയും ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഗൗതം, ഓക്കെ ഷിൻസ്, വ്യക്തമാണ്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ കൂടി ചേരുകയാണ്. ഐസൺ, അതായത് വീണ്ടും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചതാണ്. കുറച്ച് ദിവസത്തേക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ വീണ്ടും ഇറാൻ അനാവശ്യമായി നടത്തിയിട്ടുള്ള പ്രകോപനമാണ് ഇപ്പോഴത്തെ ഈ ആക്രമണങ്ങൾക്കെല്ലാം കാരണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അതായത് UAE ലക്ഷ്യമിട്ടുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇറാൻ എന്തിനാണ് ആവശ്യമില്ലാത്തൊരു സംഘർഷത്തിന് മുതിരുന്നത്? ഇപ്പോൾ UAEയിലേക്ക് മിസൈലുകൾ തൊടുത്തുവിടുന്നതിലൂടെ ഇറാൻ ലക്ഷ്യം വെക്കുന്നത് എന്താണ് ഐസൺ? ഗൗതം, തീർച്ചയായും ഇറാൻ്റെ ഒരു ശൈലി അതാണ്. അതായത് നമുക്കറിയാവുന്നതാണ്, ഇറാന് നേരെ ആക്രമണം നടത്തുമ്പോൾ UAEയിലെ അമേരിക്ക എയർബേസുകൾക്ക് നേരെ ആക്രമണം നടത്തുക എന്നൊരു രീതി, അല്ലെങ്കിൽ വ്യോമത്താവളങ്ങൾക്കുമൊക്കെ നേരെ ആക്രമണം നടത്തുക എന്നൊരു രീതിയാണ് ഇറാൻ തുടർച്ചയായി നടത്തുന്നത്. ഇത്തവണ മറ്റൊരു മാറ്റം കൂടി ഉണ്ടായത്, ജോർദാന് നേരെയും ഇറാൻ ആക്രമണം നടത്തിയെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ജോർദാനിലെ ഒരു എയർബേസിൽ, അതായത് US-ൻ്റെ ഡ്രോൺ ഹാങ്ങറുകളുള്ള ഒരു എയർബേസിലേക്ക് ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ തന്നെ ഹോർമൂസിലൂടെ കടന്നുപോയ സൈപ്രസിൻ്റെ ഗാലക്സി എന്ന കപ്പലിന് നേരെ ഒരു ആക്രമണം നടത്തുകയായിരുന്നു. ഈ ആക്രമണത്തിൽ കപ്പലിൻ്റെ എഞ്ചിൻ റൂമിനും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഇന്ധന ടാങ്കും ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ തീ പടരുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായതോടെ ഒരു നാവികനെ കാണാതാവുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് US സെൻട്രൽ കമാൻഡ് കടുത്ത ആക്രമണം വീണ്ടും നടത്തിയത്. അതിശക്തമായ ആക്രമണം 141 ഇടങ്ങളിൽ നടത്തിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത്രയും വിശാലമായ ഒരു ആക്രമണം ഇറാനിൽ നടത്തിയ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തിരിച്ചടി, ഇറാൻ്റെ ഭാഗത്തു നിന്ന് സ്ഥിരം ശൈലിയിലുള്ള തിരിച്ചടി മറ്റു രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുക എന്നതാണ്. അതൊരു പരിധിവരെ അമേരിക്കയെ ഒരു പ്രശ്നത്തിൽ കൊണ്ടെത്തിക്കുക എന്നൊരു നീക്കം തന്നെയാണ് അതിന് പിന്നിലുള്ളത്. അതായത് പലപ്പോഴും JD വാൻസ് ഉൾപ്പെടെയുള്ളവർ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആക്രമണം നടത്തുമ്പോൾ അത് അയൽ രാജ്യങ്ങളെ ആക്രമിക്കുന്ന സ്വഭാവം ഇറാനുള്ളത് തങ്ങളെ കുറേയൊക്കെ നിയന്ത്രിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കുന്നുണ്ട് എന്ന് തന്നെ JD വാൻസ് പറയുകയും ചെയ്തിട്ടുണ്ട് നേരത്തെയൊക്കെ. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഇറാൻ UAEയിലെ അല്ലെങ്കിൽ UAEക്കും അതുപോലെ തന്നെ ഖത്തറിനൊക്കെ നേരെ ആക്രമണം തുടരുന്ന ഒരു സാഹചര്യം
സാഹചര്യം ഉണ്ടാകുന്നത്, കുവൈറ്റിനെ ഉൾപ്പെടെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഏറ്റവും നിർണായക ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഹോർമൂസ് അടച്ചു എന്ന ഒരു വിശദീകരണം IRGCയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. IRGCയുമായി ബന്ധപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളെല്ലാം തന്നെ കൃത്യമായി അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഹോർമൂസ് അടയ്ക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ഭാരതം ഉൾപ്പെടെ വലിയ രീതിയിലുള്ള എണ്ണയുടെ പ്രതിസന്ധികൾ നേരിടാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ എണ്ണക്കടത്തുന്ന, അതായത് ലോകത്തെ എണ്ണ വ്യാപാരത്തിൻ്റെ 20% കടന്നു പോകുന്ന ഹോർമൂസ് അടയ്ക്കുക എന്ന ഒരു തന്ത്രം കൂടി ഇറാൻ ഇപ്പോൾ പ്രയോഗിക്കുകയാണ്. തീർച്ചയായും നേരത്തെ ഗൗതം ചോദിച്ചതുപോലെ വലിയ രീതിയിലുള്ളൊരു സമാധാന ധാരണയാണ് നേരത്തെ ഒപ്പുവയ്ക്കപ്പെട്ടത് എന്നൊക്കെ ആഘോഷിക്കപ്പെട്ടിരുന്നുവെങ്കിലും അത് അംഗീകരിക്കാനുള്ളൊരു നീക്കം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. വിട്ടുവീഴ്ചാപരമായൊരു നീക്കങ്ങൾ നടത്താനും ഇറാൻ തയ്യാറാകുന്നില്ല എന്നൊരു യാഥാർത്ഥ്യവുമുണ്ട്. അതിന് തിരിച്ചടി ശക്തമായ US-ൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. 140 ഇടങ്ങളിൽ ആക്രമണം നടത്തിയെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു അവകാശവാദം കൂടി ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഹോർമൂസിലെ മറ്റൊരു കപ്പൽ കൂടി തടഞ്ഞിട്ടുണ്ട് എന്നും പറയുന്നത്. അത്തരത്തിലുള്ളൊരു നിരീക്ഷണങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരമൊരു അറിയിപ്പെല്ലാം തന്നെ പുറത്തു വരുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ രീതിയിലുള്ള പ്രത്യാക്രമണം ഇനിയും US-ൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല. അതായത് ഐസൻ, ഈ അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണല്ലോ ഇറാനിൽ നടക്കുന്നത്. അപ്പോൾ അതിനുശേഷമാണ് വീണ്ടും വലിയ ആക്രമണത്തിന് ഇറാൻ മുതിരുന്നത്. അതായത് ഒരു ഘട്ടത്തിൽ സമാധാനത്തിൻ്റെ പാതയിലേക്ക് രണ്ട് രാജ്യങ്ങൾ എത്തുന്നത് നമ്മൾ കണ്ടതാണ്. വെടിനിർത്തൽ സ്വാഭാവികമായും അവിടെ ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു. പക്ഷേ പിന്നീട് ഈ ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ഖമനേയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നു. അടുത്ത ദിവസം മുതൽ വീണ്ടും അനാവശ്യ പ്രകോപനം ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണല്ലോ. ഗൗതം, തീർച്ചയായും അത്തരമൊരു നിരീക്ഷണം വളരെ കൃത്യമായ യുക്തിസഹമായൊരു നിരീക്ഷണം തന്നെയാണത്. അതിന് കാരണവുമുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഇറാനിലെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തിയ US-നെതിരെ കടുത്ത നടപടി സ്വീകരിക്കും, അല്ലെങ്കിൽ പ്രതികാരം ചെയ്യുമെന്നൊരു നിലപാടൊക്കെ മുസ്തഫ അലി ഖമനേയി അറിയിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള ചില നിലപാടുകളൊക്കെ മുസ്തഫയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തതിന് പിന്നാലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അയത്തുള്ള അലി ഖമനേയിയുടെ മൃതദേഹ സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയായതിനു ശേഷവും അതിനു മുൻപും ഇത്തരത്തിലുള്ള പ്രകോപനപരമായ നിലപാട് ഇറാൻ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇറാൻ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുകയാണെങ്കിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങേണ്ടി വരുമെന്ന് ഈ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ആ വേളയിൽ തന്നെ ട്രംപ് തന്നെ വിശദീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ അത്തരമൊരു സാഹചര്യത്തിൽ, ഒരു ഇമോഷണലായ കാര്യം നടക്കുന്നൊരു സാഹചര്യത്തിൽ അത്തരമൊരു നീക്കം നടത്തേണ്ടതില്ല എന്ന് തങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെന്നും ട്രംപ് അന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, മറ്റൊരു പ്രധാന വിഷയം, തങ്ങളുടെ നേതാവിനെ കൊലപ്പെടുത്തിയ അന്താരാഷ്ട്ര നേതാവിനെ കൊലപ്പെടുത്തുമെന്നൊരു നീക്കവും IRGCയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പ്രസിഡന്റ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗമൊക്കെ അത് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെയാണ് ഈ ആക്രമണം നടക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു പരിധിവരെ അത് വിശ്വസിക്കാവുന്നൊരു നിരീക്ഷണം തന്നെയാണ്. അതായത് അയത്തുള്ള അലി ഖമനേയിയുടെ വധം നടത്തിയതിനുള്ള ഒരു പ്രതികാരമായി തന്നെയാണ് ഇറാൻ്റെയും IRGCയുടെയും നീക്കങ്ങളെന്ന് നിരീക്ഷിക്കാവുന്ന സാഹചര്യങ്ങളുമുണ്ട്. അങ്ങനെയെങ്കിൽ വീണ്ടും കടുത്ത നടപടിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം കനക്കുകയാണ്. UAE-യിലേക്ക് ഇപ്പോൾ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. എന്നാൽ മിസൈലുകൾ മുഴുവൻ പ്രതിരോധിച്ചു എന്നാണ് UAE ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. അമേരിക്ക ശക്തമായ പ്രത്യാക്രമണം ആരംഭിച്ചിരിക്കുകയാണ്. ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ US കമാൻഡ് വലിയ ആക്രമണം നടത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തേക്ക് വരുന്നു. ഐസൺ ജോസും ഷിൻ സെബാസ്റ്റ്യനുമാണ് പശ്ചിമേഷ്യയിലെ സംഘർഷം സംബന്ധിച്ച വാർത്തകളുടെ അപ്ഡേറ്റ്സുമായി ചേർന്ന്